ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഒറ്റ പേരിലേക്ക് മാത്രമായി ചുരുങ്ങിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സർ അലക്സ് ഫെർഗൂസൺ മാനേജർ പദവി വിട്ടതോടെ യുണൈറ്റഡിന്റെ കഷ്ടകാലവും തുടങ്ങി. പിന്നീട് വന്ന ഒരു പരിശീലകനും മാഞ്ചസ്റ്ററിൽ വിജയഗാഥ രചിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ലൂയിസ് വാൻഗാലിനെയും മൗറീഞ്ഞോയും പോലുള്ള വിഖ്യാത പരിശീലകരും ഉണ്ടായിരുന്നു. എല്ലാത്തിനുമൊടുവിൽ വലിയ പ്രതീക്ഷയോടെയാണ് എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ക്ലബിലെ തന്റെ ആദ്യ സീസണിൽ ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് നയിക്കുകയും ചെയ്തു. പ്രീമിയർ ലീഗ് 3-ാം സ്ഥാനത്തെത്തിയ യുണൈറ്റഡ് 2023 FA കപ്പ് ഫൈനലിലും എത്തിയിരുന്നു. എന്നാൽ കലാശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടു. പുതിയ സീസൺ മികച്ച തുടക്കത്തോടെയാണ് തുടങ്ങിയത്. വോൾവർഹാംപ്ടൺ വാണ്ടേഴ്സിനെ പ്രീമിയർ ലീഗിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സീസൺ തുടക്കമിട്ടത്. EFL കപ്പിൽ നിന്ന് 4-ാം റൗണ്ടിൽ പുറത്തായി. ബയേൺ മ്യൂണിക്കിനോട് തോറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി. ലീഗിലെ തുടർച്ചയായ തോൽവികൾ യുണൈറ്റഡിനെ പോയിന്റ് ടേബിളിൽ താഴേക്ക് എത്തിച്ചു. നിലവിൽ 27 മത്സരങ്ങളിൽ നിന്നും 44 പോയിന്റ് നേടിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ 6-ാം സ്ഥാനത്താണ്. പ്രീമിയർ ലീഗിലെ 4-ാം സ്ഥാനത്ത് നിന്നും 11 പോയിന്റ് അകലെയാണ് യുണൈറ്റഡ് ഇപ്പോഴും. ഈ സീസണിൽ യുണൈറ്റഡിന്റെ മോശം പ്രകടനത്തോടെ പരിശീലകൻ ടെൻ ഹാഗിന്റെ കസേരയ്ക്ക് ഇളക്കം സംഭവിച്ചു. ഈ സീസൺ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓൾഡ് ട്രാഫോർഡിലെ ടെൻ ഹാഗിന് പകരക്കാരനാകാൻ സാധ്യതയുള്ളതായി ചില പേരുകാർ ഇതിനോടകം വാർത്തകൾ സൃഷ്ടിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ബ്രൈറ്റൺ മാനേജർ റോബർട്ടോ ഡി സെർബി. നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും അഭിലഷണീയമായ പരിശീലകരിൽ ഒരാളാണ് ഡി സെർബി. ഇംഗ്ലണ്ട് മാനേജർ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ പേരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെ ഒരു യൂറോ ഫൈനലിലേക്കും ഫിഫ ലോകകപ്പ് സെമി ഫൈനലിലേക്കും നയിച്ച സൗത്ത്ഗേറ്റിന് മികച്ച റെക്കോർഡുണ്ട്. യുണൈറ്റഡിന് തൽക്ഷണം വിജയം മാത്രമല്ല ആവശ്യം, വർഷങ്ങളോളം വിജയത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള അടിത്തറയും അവർക്ക് ആവശ്യമാണ്. ഇതിഹാസ പരിശീലകൻ അലക്സ് ഫെർഗൂസന്റെ വിടവാങ്ങലിന് ശേഷം ക്ലബിന് ഇല്ലാതെ പോയതും ഇതാണ്. അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ യുണൈറ്റഡ് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കരബാവോ കപ്പിൽ കൂടി തോറ്റതിനു ശേഷം FA കപ്പിന് വേണ്ടി മാത്രമാണ് അവർ ഇപ്പോൾ മത്സരിക്കുന്നത്. റെഡ് ഡെവിൾസ് അവരുടെ മോശം ഫോം തുടരുകയാണെങ്കിൽ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഡച്ചുകാരനായ എറിക് ടെൻ ഹാഗ് പുറത്താകാനുള്ള സാധ്യതകളുമുണ്ട്.